ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടല്ലോ, എനിക്കൊരു ആൽബത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ജേർണലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ടൈക്കറ്റ് സ്മാർട്ടിൻ്റെ കവർ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് ഫുള്ള് സ്റ്റിക്കേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതെനിക്കൊരു ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ടൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പം അവർ ഫ്രീ ആയിട്ട് തന്നതായിരുന്നു ഈ ഒരു പെൻസില്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനലിലോട്ടേക്ക് ആദ്യമായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്ക്. പിന്നെ ഈ ഒരു സിസർ കാണാൻ നല്ല രസമില്ലേ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. ഇതും ഞാൻ ടൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ആൽബത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിലും കൂടി അത് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മളൊരു ജേർണൽ ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വിന്നറെ ഞാൻ ഇന്നലെയായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായത്. ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കുറേ മെസ്സേജ് കണ്ടു, ഇതിൽ വിന്നറാവുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായതായിരുന്നല്ലോ ഒരു വിന്നറാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ അടുത്ത മാസം തൊട്ട് ഒന്നുകിൽ ലക്കി ജാറ് അല്ലെങ്കിൽ ടോപ്പ് കമൻറ്റർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഓരോരോ ആൾക്കാരും ഓരോ ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു പോൾ ഇടാന്ന്. അപ്പം 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു പോൾ ഇടാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് വോട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പം എനിക്ക് കുറച്ചും കൂടി സിമ്പിളായി കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഈ ഒരു ആൽബത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാമല്ലോ. അല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതെടുത്തിട്ട് നമ്മൾ വരേണ്ടി വരും. അപ്പം ഞാൻ ഇങ്ങനെ പ്രിൻ്റ് എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് പാറ്റേൺസും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ ഏകദേശം ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്കി നാളെ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഇനി ഇതിലങ്ങനെ കുറേ പണിയൊന്നുമില്ല. എനിക്കിതിൽ ഇനി ഫോട്ടോസ് ഒട്ടിക്കേ വേണ്ടു. പിന്നെ ഒരു ഫ്രണ്ട് പേജും ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഇത് ആൽബം ഏകദേശം റെഡി ആകുമ്പോഴേക്കും നമ്മൾ ടേബിളിൻ്റെ അവസ്ഥ കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ടാണ് ഞാനൊരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് സൈഡിൽ അങ്ങ് ജേർണൽ ചെയ്യുമ്പം ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന്. അങ്ങനെ ഇതാ സൈഡിലെ എല്ലാ ഐറ്റംസും ഞാൻ വൃത്തിക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു സിസർ കാണാൻ നല്ല രസമില്ലേ, ആ പെഗ് ബോർഡിൽ വെച്ചിട്ടും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇതാ നമ്മൾ ജേർണലിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് ടൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സ്പൈറൽ ബൈൻഡിങ് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ ജേർണലിങ് വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് എനിക്ക് വാങ്ങണം എന്നുള്ളത്. പിന്നെ ഈ ഏകദേശം ഇതുപോലെയുള്ള ഒന്ന് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇടയ്ക്ക് ജേർണൽ ചെയ്യലുണ്ട്. അപ്പോൾ പുതിയൊരു ഡയറിയൊക്കെ വാങ്ങിയതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ജേർണൽ നമുക്ക് ഇതിൽ തന്നെ ആക്കാമെന്ന്. അപ്പോൾ ഒരു ഫ്രണ്ട് പേജ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യാനിരിക്കുമ്പം ഇത് എന്ത് തീമിൽ ചെയ്യും അങ്ങനെയൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ ജേർണൽ ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ ഒരു കാർഡിൽ നിന്ന് എനിക്ക് ഒരു സ്റ്റിക്കർ പോലെ ഒരു ഇത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് എടുക്കാമെന്ന്. പിന്നെ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് നോർമൽ പ്രിൻ്റ് എടുത്തതാണ്. അപ്പം അത് ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ഇന്നത്തെ ജേർണലിൽ ഞാൻ നല്ല മിനിമൽ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്. കാണാൻ ക്യൂട്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് ഞാൻ ഇന്നലെ പ്രിൻ്റ് എടുത്തതാണ്. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ ഇതിന് മാച്ചായിട്ടുള്ള ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ നേരത്തെ ആ ആൽബത്തിൽ ബാക്കി വന്ന ഒരു പാറ്റേൺ പേപ്പർ ആയിരുന്നു. അതും ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ. പിന്നെ നമുക്ക് ഈ വാഷി ടേപ്പ് ഇല്ലാണ്ട് ഇപ്പോൾ ഒരു പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൈഡിലായിട്ട് ഒരു വാഷി ടേപ്പും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിനി ഡയറിയിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ജേർണൽസ് ആണ് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജേർണൽ സ്പ്രെഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തന്നേക്ക്. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.